കാര്യം നടക്കാൻ വേണ്ടി മാത്രം സ്നേഹിച്ച് കൂടെ നടക്കുന്നവരുടെ ലക്ഷണങ്ങൾ ഇവയാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1. അവരുടെ ആവശ്യങ്ങൾ എപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നടന്നില്ലെങ്കിൽ പിണക്കം കാണിച്ച് അവർ മാറി നടക്കും. പിന്നെയും അവർ അടുത്തു വരും. ഇത് തുടർന്നുകൊണ്ടിരിക്കും. അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക. അത് എത്ര തവണ പറഞ്ഞാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം നിങ്ങളുടെ പുറകെ നടക്കുന്നതിൻ്റെ. അല്ലാതെ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ പരിഗണിക്കുക എന്നൊന്നും അവർക്ക് യാതൊരു ആഗ്രഹവുമില്ല. അവർക്ക് എങ്ങനെയും അവരുടെ കാര്യങ്ങൾ സാധിക്കണം, അത് എത്രയും പെട്ടെന്ന് സാധിക്കണം എന്നുള്ളതാണ് അവരുടെ ചിന്ത. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും തന്ത്രപൂർവ്വം ഇങ്ങനെയുള്ളവർ ചെയ്യും. ഇങ്ങനെയുള്ളവർക്ക് വളരെയധികം തന്ത്രമുണ്ട്. സത്യത്തിൻ്റെ വേഷം ധരിച്ചുള്ള തന്ത്രങ്ങളാണ്. ഇതിൽ മറ്റുള്ളവർ വീണും പോകും. ഇതും മനസ്സിലാക്കിയിരിക്കുക. 2. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ അറിയാൻ കൂടുതൽ താല്പര്യം ഇക്കൂട്ടർ കാണിക്കും. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളും നിങ്ങളുടെ മറ്റ് വരുമാന മാർഗങ്ങളും നിങ്ങളുടെ മൊത്തത്തിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതാണ് ഇവർക്ക് കൂടുതലായി അറിയേണ്ടത്. ഇത് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇരിക്കും. ഇങ്ങനെയുള്ളവരുടെ രീതി എന്ന് പറയുന്നത് അവർ നിങ്ങളിൽ നിന്ന് എന്തെല്ലാം വലിക്കാമോ എന്നാണ് അവരുടെ ചിന്ത. അതിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടാൻ വേണ്ടി, ഏത് രീതിയിൽ വലിക്കണം എന്നുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹം നടിച്ച് നിങ്ങളുടെ പുറകെ നടന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. അവർ നിങ്ങളെ ചതിക്കാൻ നടത്തുന്നവരാണ്. അവർ കാര്യം കണ്ട് സ്ഥലം വിടാനിരിക്കുന്നവരാണ് എന്നറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ പിന്നീട് മനസ്സിലാവുന്നതാണ്. 3. അവരുടെ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾ കാശ് മുടക്കേണ്ടതായി വരും. അല്ലെങ്കിൽ അവർ മുടക്കിക്കും. അവരുടെ കൂടെ നിങ്ങൾ പോവുകയാണെങ്കിലോ നിങ്ങളുടെ കൂടെ അവർ വരികയാണെങ്കിലോ എന്താണെങ്കിലും ഏതാണെങ്കിലും നിങ്ങളെക്കൊണ്ട് അവർ കാശ് മുടക്കിക്കും. അവർ അവരുടെ കയ്യിലുള്ള എല്ലാം ഭദ്രമാക്കി അവിടെ വയ്ക്കും. നിങ്ങളെക്കൊണ്ട് ചെലവ് ചെയ്യും. ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക. അവർ കാര്യം നടക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. ഇതൊക്കെ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോവും. ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള ചതി ഇതാണ്. അവരുടെ പണം കണ്ട് പുറകെ നടന്ന് പണമെല്ലാം തീർത്ത് സ്ഥലം വിട്ട കഥകൾ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈ ഭൂമിയിൽ ഒരാൾക്കും ഒരാളോടും വ്യക്തമായ സ്നേഹമില്ല, യഥാർത്ഥ സ്നേഹമില്ല. പണത്തിന് പുറകെ നടക്കുവാനുള്ള അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനുള്ള, പണം കണ്ട് പുറകെ നടക്കുന്ന സ്നേഹത്തിൻ്റെ അവസ്ഥകൾ മാത്രമേ ഇവിടെയുള്ളൂ. പണമില്ലാത്തവനെ സ്നേഹിക്കാൻ ആരുമില്ല. ഇതാണ് ഇന്നിവിടെയുള്ള അവസ്ഥ. അത്യാവശ്യം പണപരമായ കപ്പാസിറ്റിയും മറ്റും എല്ലാം ഉണ്ടെങ്കിൽ അവരെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. കാരണം എന്താണ്? മറ്റുള്ളവരുടെ കാര്യങ്ങൾ സാധിക്കണം, അല്ലാണ്ട് ഇവരെ സ്നേഹിക്കുക എന്നുള്ളതല്ല. ഇത് മനസ്സാക്കാൻ സാധിച്ചില്ലെങ്കിൽ എല്ലാം തകർച്ചയിലായിത്തീരും. ഇതറിഞ്ഞിരിക്കുക നിങ്ങൾ. 4. ശരീരം നോക്കി നടക്കുന്നവർ ആ രീതിയിൽ നിങ്ങളെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കും. കുറഞ്ഞ സമയം കൊണ്ട് ഉപയോഗിച്ച് സ്ഥലം വിടാനാണ് അവർ ശ്രമിക്കുക. കാരണം നിങ്ങളോട് അവർക്ക് സ്നേഹമല്ല, അവരുടെ കാര്യങ്ങൾ നടക്കണം, അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കണം എന്നുള്ളതാണ് അവരുടെ ഹൃദയത്തിലെ ചിന്ത. കുറഞ്ഞ സമയം കൊണ്ട് അതൊക്കെ ചെയ്തു തീർത്ത് അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് രക്ഷപ്പെടാൻ അവർ ശ്രമിക്കും. ഇത് പുറകെ നടന്ന് ആ രീതിയിൽ കാര്യം സാധിക്കുന്നവരുടെ ലക്ഷണങ്ങളാണ്. ശാരീരികമായി കാര്യങ്ങൾ സാധിക്കുക എന്നുള്ള അവസ്ഥ. പണപരമായും ശാരീരികമായും അങ്ങനെ പല രീതിയിലും കാര്യങ്ങൾ സാധിച്ച് പോകുന്നതാണ് ഇന്നുള്ള മനുഷ്യരുടെ ഒരു രീതി. ഒരു ചിരിയെ പോലും ഉപാധികളാക്കി മാറ്റുന്ന അവസ്ഥകളാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ. 5. നിങ്ങളെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി സംസാരിക്കാൻ അവർ ശ്രമിക്കും. അവരുടെ ആഗ്രഹങ്ങൾ നടത്താനാണിത്. ഒറ്റയ്ക്ക് നിങ്ങളെ കിട്ടുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള ആഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അവർക്ക് കാര്യം സാധിക്കാമല്ലോ. അതാണ് അവരുടെ അവസ്ഥ. അത് പണം ചോദിക്കുകയാകാം, സെക്സ്പരമായ കാര്യങ്ങളാകാം, അങ്ങനെ എന്തും ഒറ്റയ്ക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ സാധിക്കാൻ ശ്രമിക്കും. ഇത് ഇങ്ങനെയുള്ളവരുടെ ലക്ഷണമാണ്. പുറകെ നടന്ന് സ്നേഹം നടിച്ച് കാര്യങ്ങൾ സാധിച്ച് പോകുന്നവരുടെ ലക്ഷണമാണ്. അവർ ഒറ്റയ്ക്ക് കൊണ്ടുപോയി എന്ത് കാര്യങ്ങളും ഡീൽ ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ളവരുടെ പുറകെയൊക്കെ നടക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ആവശ്യമാണ്. ഒരുപാട് ആളുകൾ സ്നേഹമാണ് എന്ന് നടിച്ചുകൊണ്ട് പുറകെ നടന്ന് ചതിക്കപ്പെട്ടിട്ടുണ്ട്. ഇതറിഞ്ഞിരിക്കുക. എല്ലാം അവഗണിച്ച് അവർ പോകും. അപ്പോൾ മേലോട്ട് നോക്കിയിരിക്കും പുറകെ പോയവർ. ഇതാണ് അവസാനം സംഭവിക്കുന്നത്. സ്നേഹവും കിട്ടത്തില്ല, പരിഗണനയും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. തകർച്ച മാത്രമാണ് ജീവിതത്തിൽ അവസാനം കിട്ടുക. 6. ഒരിക്കലും ഇക്കൂട്ടർ സത്യം പറയില്ല, പക്ഷെ നല്ലതുപോലെ അഭിനയിക്കും. നല്ല അഭിനേതാക്കളാണ്. ഒരിക്കലും സത്യം പറയാത്തവർ സത്യം പോലെ തന്നെ അഭിനയിക്കാൻ കഴിവുള്ളവരാണ്. അതിലാണ് ആരെയും അവർ വീഴിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പുറകെ നടന്ന് കാര്യം സാധിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം മറച്ചു വച്ചാലും വളരെ സത്യം ഉള്ള ഒരു വ്യക്തി എന്ന പോലെ നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് നടക്കും. നിങ്ങൾ അവർക്ക് മുന്നിൽ വീണു പോകും. കാരണം അത്രമാത്രം അഭിനയ മികവുകൊണ്ട് നിങ്ങളെ വീഴ്ചിട്ടുണ്ടാവും അവർ. ഇത് മനസ്സിലാക്കിയിരിക്കുക. കൂടുതൽ സത്യവത്തായി കൂടെ നടക്കുന്നവർ, കൂടുതൽ സത്യം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടെ നടക്കുന്നവരെ സൂക്ഷിക്കുക. ചിലപ്പോൾ അവർ കാര്യം സാധിച്ചു പോകാനുള്ള വ്യക്തികളായിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.